ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നാം എല്ലാവരും കാത്തിരുന്ന സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപയ്ക്ക് വേണ്ടി അപേക്ഷിക്കേണ്ട തീയതി കാത്തിരിപ്പിനൊടുവിൽ സർക്കാർ പുറത്തുവിട്ടിരിക്കുകയാണ്. വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പേ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഈ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ വിശദാംശങ്ങളിലേക്ക് കടക്കാം. സംസ്ഥാനത്തെ സ്ത്രീകളുടെ ക്ഷേമം ഉറപ്പാക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ അപേക്ഷകൾ ഡിസംബർ 22 മുതൽ സ്വീകരിച്ചു തുടങ്ങുമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ അറിയിച്ചു. നിലവിൽ സംസ്ഥാനത്തെ മറ്റ് സാമൂഹ്യക്ഷേമ പദ്ധതികളുടെയോ പെൻഷനുകളുടെയോ ഗുണഭോക്താക്കൾ അല്ലാത്ത അർഹരായ സ്ത്രീകൾക്ക് പ്രതിമാസം 1000 രൂപ ധനസഹായം ലഭ്യമാകുന്നതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അപേക്ഷാ ഫോം എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പറഞ്ഞു തരാം. ഈ ഫോം പഞ്ചായത്ത് സെക്രട്ടറിക്കാണ് പൂരിപ്പിച്ച് സമർപ്പിക്കേണ്ടത്. ഈ വീഡിയോയിൽ കാണുന്നതാണ് അപേക്ഷാ ഫോം. ഇവിടെ മുകളിലായിട്ട് ഗ്രാമപഞ്ചായത്തിൻ്റെ പേര് എഴുതി ചേർക്കാം. ശേഷം താഴോട്ട് വരുമ്പോൾ ഒന്നാമതായിട്ട് അപേക്ഷകയുടെ പേര് എഴുതി ചേർക്കാം. രണ്ടാമതായിട്ട് വീട്ടുപേര് എഴുതി ചേർക്കാം, തെറ്റില്ലാതെ. ആധാർ കാർഡിൽ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ എഴുതി ചേർക്കുക. പിന്നെ മൂന്നാമതായിട്ട് പോസ്റ്റ് ഓഫീസ് ചോദിക്കുന്നുണ്ട്, അത് എഴുതുക. പിന്നെ നാലാമതായിട്ട് പിൻകോഡ് ചോദിക്കുന്നുണ്ട്, അത് എഴുതി ചേർക്കുക. പിന്നെ അഞ്ചാമതായിട്ട് നമ്മുടെ വാർഡ് നമ്പർ എഴുതി ചേർക്കുക. പിന്നെ അടുത്തത് ആറാമതായിട്ട് വീടിൻ്റെ നമ്പർ. അതുപോലെ ഏഴാമതായിട്ട് മൊബൈൽ നമ്പർ, ആധാറുമായിട്ട് ലിങ്ക് ചെയ്ത മൊബൈൽ നമ്പറാണ് എഴുതി ചേർക്കേണ്ടത്. എട്ടാമതായിട്ട് ആധാർ നമ്പർ തെറ്റില്ലാതെ എഴുതി ചേർക്കുക. ഒൻപതാമതായിട്ട് ജനന തീയതി ചോദിക്കുന്നുണ്ട്. പിന്നെ 10 പ്രായം ചോദിക്കുന്നുണ്ട്. അതുപോലെ 11ആമതായിട്ട് റേഷൻ കാർഡ് നമ്പർ ചോദിക്കുന്നുണ്ട്. പിന്നെ അതിന് താഴെയായിട്ട് 12ആമതായിട്ട് റേഷൻ കാർഡിൻ്റെ തരമാണ് ചോദിക്കുന്നത്. അതിൽ 2 ബോക്സിൽ 2 ടിക്ക് ഇടാനാണുള്ളത്. അത് AY മഞ്ഞ കാർഡാണെങ്കിൽ അതിന് നേരെ ടിക്കിടുക, അല്ലെങ്കിൽ PHS പിങ്ക് കാർഡാണെങ്കിൽ അതിന് നേരെ ടിക്കിടുക, ആ ബോക്സിൽ ടിക്ക് ചെയ്യുക. പിന്നെ 13ആമതായിട്ട് ചോദിക്കുന്നത് നിലവിൽ ഏതെങ്കിലും സാമൂഹ്യക്ഷേമ പദ്ധതിയിൽ ഗുണഭോക്താവാണോ എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ ഗുണഭോക്താവാണെങ്കിൽ ഈ പദ്ധതിക്ക് അർഹതയില്ല, അതുകൊണ്ട് അല്ല എന്നുള്ളതിൽ ടിക്ക് ചെയ്യാം. 14 ഗുണഭോക്താവാണെങ്കിൽ വിശദവിവരം, അത് അല്ല ആണോ എന്നുള്ളൊരു ബോക്സ് ഉണ്ടാവും, അല്ല എന്ന് തന്നെ ടിക്ക് ചെയ്താൽ മതി. കേരളത്തിൽ എത്ര വർഷമായി സ്ഥിരതാമസമാക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്, അതിൻ്റെ വർഷം എഴുതുക. പിന്നെ അതുപോലെ 16ആമത്തത് ബാങ്ക് ഏതെന്ന് ചോദിക്കും, അതിൻ്റെ ഡീറ്റെയിൽസ് എഴുതുക. ശാഖ ഏതെന്ന് ചോദിക്കും, അത് എഴുതുക. പിന്നെ 17ആമത്തത് ബാങ്ക് IFSC കോഡുകൾ എഴുതുക. പിന്നെ 18 ബാങ്ക് അക്കൗണ്ട് നമ്പർ ചോദിക്കുന്നുണ്ട്, തെറ്റില്ലാതെ, പ്രത്യേകം ശ്രദ്ധിക്കുക, തെറ്റില്ലാതെ അത് എഴുതി ചേർക്കുക. പിന്നെ സത്യപ്രസ്താവനയാണ്, അത് പറയാം. അതിൻ്റെ മുമ്പായിട്ട് മുകളിൽ ആ ബോക്സിൽ ഫോട്ടോ, ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഒട്ടിച്ചു വെക്കുക. അടുത്തത് വരുന്നത് സത്യപ്രതിജ്ഞയാണ്. മേൽ പ്രസ്താവിച്ച വിവരങ്ങൾ എല്ലാം എൻ്റെ അറിവിലും ബോധ്യത്തിലും കൃത്യമാണെന്നും 10/11/2025 ഉത്തരവ് പ്രകാരം നടപ്പിലാക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയുടെ എല്ലാ മാനദണ്ഡങ്ങളുടെയും പരിധിയിൽ ഞാൻ ഉൾപ്പെടുന്നുവെന്നും നിലവിൽ സംസ്ഥാനത്ത് നടത്തിവരുന്ന യാതൊരു സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ ഒന്നിലും തന്നെ ഞാൻ ഗുണഭോക്താവല്ലെന്നും കേരളത്തിൽ സ്ഥിരതാമസക്കാരിയാണെന്നും കേന്ദ്ര അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ സർവീസ്, കേന്ദ്ര സംസ്ഥാന സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങൾ, പദ്ധതികൾ, സർവകലാശാലകൾ, മറ്റ് സ്വയംഭരണ ഗ്രാൻഡ് ഇൻ എയ്ഡ് സ്ഥാപനങ്ങൾ എന്നിവയിലൊന്നും തന്നെ സ്ഥിരം കരാർ നിയമനം ലഭിച്ചിട്ടില്ലാത്തതാണെന്നും സത്യപ്രസ്താവന ചെയ്യുന്നു. അതിന് താഴെയായിട്ട് സ്ഥലം എഴുതുക, അതിന് താഴെയായിട്ട് തീയതി എഴുതുക. പിന്നെ പേര്, ഒപ്പ് രേഖപ്പെടുത്തുക. പിന്നെ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ കൂടി പറയാം. പ്രായം തെളിയിക്കുന്ന രേഖ, അതായത് ജനന സർട്ടിഫിക്കറ്റ്, സ്കൂൾ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ്, പാസ്പോർട്ട് എന്നിവയിൽ ഏതെങ്കിലും ഒരു രേഖ. ഇവ ലഭ്യമല്ലെങ്കിൽ മാത്രം അത്തരത്തിൽ പ്രായം തെളിയിക്കുന്നതിന് മറ്റ് രേഖകൾ ഇല്ലെന്ന സ്വയം സാക്ഷ്യപത്രവും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റും. പിന്നെ റേഷൻ കാർഡിൻ്റെ പകർപ്പ്, അതായത് അന്ത്യോദയ അന്നയോജനയിലോ അതായത് മഞ്ഞക്കാർഡിലോ അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗങ്ങളിൽ, അതായത് PHS പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെടുന്നവരായിരിക്കണം.
അപ്പോൾ അതും റേഷൻ കാർഡിൻ്റെ പകർപ്പും ആധാർ കാർഡിൻ്റെ പകർപ്പും ബാങ്ക് പാസ്ബുക്കിൻ്റെ പകർപ്പും കയ്യിൽ കരുതണം.